സുപ്രിയയുടെ കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ നടക്കുന്നു. കാർത്തിക ജലജയെ ഫോണിൽ വിളിക്കുന്നു. ഫോൺ എടുക്കുന്ന സുപ്രിയ. കാർത്തികയുടെ വാക്കുകളിൽ സുപ്രിയയ്ക്കൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. സുപ്രിയയിൽ നിന്നും ഫോൺ വാങ്ങുന്ന ജലജ. ജലജയോട് സംസാരിക്കുന്ന കാർത്തിക. സുപ്രിയയും ഹരിപ്രസാദും തമ്മിലുള്ള വിവാഹം മുടങ്ങാത്തതിൽ കാർത്തികയ്ക്ക് വിഷമം. ഹരിപ്രസാദിനെ ഫോണിൽ വിളിക്കുന്ന നന്ദന. രേണുകയിൽ നിന്നും മുഹൂർത്തവും മറ്റും മനസ്സിലാക്കുന്ന നന്ദന. സുപ്രിയയെ മുറിയിൽ കാണാത്തതിന്റെ വിഷമവുമായി രവികുമാറും ജലജയും. അമ്പലത്തിൽ നിന്നും വരുന്ന സുപ്രിയയെ കാണുമ്പോൾ അവർക്ക് ആശ്വാസം. ഇനി തുടർന്ന് കാണുക. ദൈവം അനുഗ്രഹിക്കട്ടെ. അച്യുതേട്ടാ, സന്തോഷം കൊണ്ടാ നീ. പുറപ്പെടാൻ സമയമുള്ള വണ്ടിയെല്ലാം റെഡിയല്ലേ അച്യുതേട്ടാ? അതൊക്കെ എപ്പോഴേ റെഡി. ഇനി നിങ്ങൾ എല്ലാവരും കൂടെ വണ്ടിയിലോട്ട് കയറിയാ മതി. പിന്നെ പ്രഭാകര, ഞാനേ ആ സുപ്രിയയുടെ വീട്ടിലോട്ടൊന്ന് വിളിക്കട്ടെ. ഹലോ ഹലോ. ശരി, ഞങ്ങൾ ഇറങ്ങായി. ആയിക്കോട്ടെ. ഓക്കെ 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 ഓക്കെ. നല്ല സ്കിൻ ടോണാ സുപ്രിയയ്ക്ക്. താങ്ക് യു. മുഖം ഒന്ന് ഉയർത്തിപ്പിടിച്ച് മതി. സുജി ചേച്ചിയുടെ ബ്യൂട്ടി പാർലർ ശരിക്കും എവിടെയാ? ഇപ്പൊ ഷോപ്പില്ല. സെലിബ്രിറ്റീസിന്റെ ഫംഗ്ഷൻസ് മാത്രം അറ്റൻഡ് ചെയ്യാൻ പോവും. ഞങ്ങൾ അബുദാബിയിലായിരുന്നു. ഓ, ഐ സി. ഹലോ. അതെ അതെ, അരമണിക്കൂർ ഞങ്ങൾ ഇറങ്ങും. അവിടെ വെച്ച് കാണാം. ഓക്കെ ഓക്കെ ഓക്കെ. ഹായ് മാർഷൽ. എന്താ ലേറ്റ് ചെയ്ത് മാർഷലെ? ശകലം ബിസി ആയിപ്പോയി. അതുകൊണ്ട് ഹലോ. പിന്നെ ഓളിനോടായിട്ട് നിന്നോണം കേട്ടോ. പിന്നെ അതൊക്കെ പ്രത്യേകം പറയേണ്ട കാര്യമുണ്ടോ? ഒരു മിനിറ്റ്. ഹലോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇല്ലില്ല, വേണ്ട വേണ്ട, എല്ലാം നേരിട്ടങ്ങ് വന്നാൽ മതി. അങ്ങനെ വന്നാൽ മതി. ഓക്കെ ഓക്കെ. എല്ലാ സ്റ്റാഫിനെയും കൂട്ടിക്കോ. ഓക്കെ. പ്രിയയുടെ ഒരുക്കം കഴിഞ്ഞില്ലേ ശ്രീജെ? കഴിയാറായി ചേച്ചി. സുജി, സമയം വൈകുന്നു. കഴിഞ്ഞു ചേച്ചി. നീ നോക്കി, ഹാപ്പി ആയില്ലേ? ഓക്കെ, താങ്ക് യു ചേച്ചി. പുറപ്പെടാൻ സമയമാവുന്നു. ശരിക്കും പ്രാർത്ഥിച്ചു വേണം ഇറങ്ങാൻ. അറിയാലോ, നാട്ടുകാരെ മുഴുവൻ ക്ഷണിച്ചിട്ടുണ്ടല്ലേ? പിന്നെ ആരുമില്ലാതെയാണോ കല്യാണം നടത്തുന്നത്? ജലജാന്റെ ഇതേ അപ്പുറത്ത് വിളിക്കുന്നു. ഇതാ വരുന്നു. പെട്ടെന്ന് വേണേ. കൊണ്ടുപോകാനുള്ള നിന്റെ ബാഗ് എടുക്കാൻ മറക്കണ്ട. ഓക്കെ. വാ വാ, നമുക്കിറങ്ങാം. വാ. ഒരു മിനിറ്റ്. ഞാനിതിൽ ഏത് സാരി ഉടുക്കണം? ഏതായാലും ഓക്കെയാ. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. ഒരെണ്ണം ചൂസ് ചെയ്ത് തരൂ. കല്യാണത്തിന് പോകാനുള്ളല്ലേ? ഇത് വന്നായിരിക്കും. ഇതും കൊള്ളാം. ഇതായാലും കുഴപ്പമില്ല. ഏതായാലും പ്രശ്നമില്ല. എല്ലാം നല്ലതാ. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ.
കല്യാണത്തിന് ദേഷ്യത്തിനൊന്നും കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് ഈ സാരി അത്രയും മാറ്റി വെച്ചിട്ട് ആ മജന്തയിൽ ഗോൾഡൻ ഡിസൈനുള്ള ഒരു സാരി ഇല്ലേ, അതെടുത്തോളൂ. അത് മതി. ഞാനും അത് തന്നെ ആദ്യം എടുത്തത്, പിന്നെ മാറ്റി വെച്ചു. കൃത്യമായി ആ സാരിയുടെ കാര്യം തന്നെ പറഞ്ഞു. ഞാൻ ചേഞ്ച് ചെയ്തിട്ട് വരാം. അതെ, സാരിയുടെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ ഏത് ഷർട്ടാണ് ഇടുന്നത്, അതോ ഇനി ഷർട്ട് ഇടുന്നുണ്ടോ എന്നൊന്നും ആരും ചോദിച്ചു കേട്ടില്ലേ. ഞാൻ ഏത് ഷർട്ടാണോ മനസ്സിൽ ഉദ്ദേശിച്ചത് അത് തന്നെ ഇട്ടിരിക്കുന്നത്. ആ, ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞാൽ വിശ്വസിച്ചല്ലേ പറ്റൂ. കഷ്ടമുണ്ട് കേട്ടോ. അപ്പോഴേ വേഗം ആ സാരി എടുത്ത് വന്നാൽ നമുക്ക് ഇറങ്ങാം. 11 മണിക്കല്ലേ കല്യാണം? 11:15 നമുക്ക് ടെക്സ്റ്റൈൽസിൽ കയറി ഷർട്ടും മുണ്ടും എടുത്തിട്ട് പോണം. ഗിഫ്റ്റ് കൊടുക്കണ്ടേ? എങ്കിൽ വേഗം ആയിക്കോട്ടെ. ആ, പിന്നെ ഈ ഞൊറു നേരെയാക്കുക, തുമ്പ് ശരിയാക്കുക എന്നീ കലാപരിപാടികൾക്ക് ആളിനെ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ പഠിക്കണ്ട. റൊമാൻസ് ഈടെ ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ. എനിക്ക് മറ്റാരടുത്തേക്ക് റൊമാൻറ്റിക് ആവാൻ പറ്റുമോ? ഇനിയിപ്പോ താൻ അനുവദിക്കുകയാണെങ്കിൽ ഒരു കൈ നോക്കാം. അയ്യടാ, കൊല്ലും ഞാൻ. ഞാൻ ഇപ്പൊ വരാം. ആ, ആ സജി, ഉദയൻ ഇപ്പൊ എവിടെയുണ്ട്? വീട്ടിലാ. ഒരു കല്യാണത്തിന് പോകാൻ റെഡിയാവുക. ഇന്നാ ഹരിപ്രസാദിന്റെ മാരേജാ. സജി നാട്ടിലെത്തിയോ? ഇല്ല, ഞാൻ വയനാട്ടിൽ നിന്നാണ് വിളിക്കുന്നത്. എന്നാ ഞാൻ പോയിട്ട് വരാം, വൈകിട്ട് വിളിക്കാം. ഉദയൻ, കല്യാണത്തിന് നന്ദന പോയിക്കോട്ടെ. എന്തു പറ്റി? താൻ അടിയന്തരമായി ഇവിടം വരെ ഒന്ന് വരണം. വയനാട്ടിലോ? അതെ. എന്താ കാര്യം? കാര്യമുണ്ട്, വന്നിട്ട് പറയാം. അല്ല, ഞാനീ എമർജൻസിയാണ് ഉദയൻ, ഉടൻ പുറപ്പെടൂ. എന്താ പ്രശ്നം? CI സജികുമാറാ. ഞാൻ ഉടനെ വയനാട്ടിലെത്തണമെന്ന്. അതെന്താ? എന്തോ ഗൗരവമുള്ള കാര്യ. അതയാളുടെ ശബ്ദത്തിൽ നിന്നറിയാം. കല്യാണത്തിൽ പങ്കെടുത്തിട്ട് ആ വഴിക്ക് പോയാ പോരെ? കല്യാണത്തിന് തന്നെ അയക്കാനാ സജി പറയുന്നത്. എന്തോ സീരിയസ് മാറ്റർ ആണെന്നാ എനിക്ക് തോന്നുന്നത്. നമ്മള് രണ്ടുപേരും കല്യാണത്തിന് ചെന്നില്ലെങ്കിൽ അതൊരു മോശ. കൺഫ്യൂഷൻ ആയല്ലോ. ഒന്നുകൂടെ വിളിച്ചു നോക്കാം. ആ ഉദയ. അതെ, ഈ കല്യാണം അറ്റൻഡ് ചെയ്തിട്ട്. ഉദയ പ്ലീസ്, താൻ ചെന്നില്ലെങ്കിലും ആ ചടങ്ങ് നടക്കും. അതിലും പ്രധാനപ്പെട്ടൊരു വിഷയമാണിത്. താൻ എത്രയും പെട്ടെന്ന് വയനാട്ടിലെത്തുക, ആസ് ഏർലി ആസ് പോസിബിൾ. എന്താ പറഞ്ഞത്? ഉടനെ ചെല്ലണമെന്ന്. അയാൾ ആകെ ഗൗരവത്തിലാ. ഞാൻ പറഞ്ഞില്ലേ, എന്തോ കുഴപ്പമുണ്ട്. ഇനിയിപ്പോ ഗൾഫിലേക്കെന്ന് പറഞ്ഞു പോയാ എതിർന്നിടങ്ങാനും വയനാട്ടിലുണ്ടോ? ഇനി വല്ല പ്രശ്നത്തിൽ ചെന്ന് പെട്ടുകാണോ? നന്ദന കല്യാണത്തിന് പോയിക്കോളൂ, അതാ നല്ലത്. എനിക്കൊരു അത്യാവശ്യത്തിന് പോണ്ടി വന്നെന്ന് ഹരിപ്രസാദിനോട് പറഞ്ഞാൽ മതി. ഒറ്റയ്ക്ക് ഞാൻ പോകുന്നില്ല. അതെന്താ? അത് ശരിയാവില്ല. ആ, ഇങ്ങനെ സില്ലിയാവാതെ ജസ്റ്റ് ഒന്ന് പോയിട്ട് പോരൂ. അല്ലെങ്കിൽ ഹരിപ്രസാദ് എന്ന് വിചാരിക്കും. എനിക്ക് വയ്യ തനിച്ചു പോവാൻ. നന്ദന, ഞാൻ പറയുന്നത്. പ്ലീസ്, നിർബന്ധിക്കല്ലേ. അത് പോട്ടെ, സാരമില്ല. നമ്മുടെ കുഴപ്പം കൊണ്ടല്ലല്ലോ. കല്യാണത്തിന് പങ്കെടുക്കാൻ പറ്റാത്തതിന് പിന്നെ സൗകര്യം പോലെ വിളിച്ച് സോറി പറയാം. നമുക്ക് ഒരുമിച്ച് ഒരു ദിവസം പോവുകയും ചെയ്യാം. തന്റെ ഇഷ്ടം പോലെ. ഇത്രയും ദൂരമുള്ളതല്ലേ, ഡ്രൈവറെ കൂടി കൊണ്ടുപോകണം. അതൊന്നും സാരമില്ല, ഞാൻ ഡ്രൈവ് ചെയ്തോളാം. താൻ ആ ബാഗൊന്ന് റെഡിയാക്ക്. പ്രഭാകര, മുഹൂർത്തത്തിന് സമയമായി. താലി എടുത്തു കൊടുക്ക്.
അവനെ ഹരി, ആ കൈ വിടണ്ട. ഇപ്പോഴെന്നല്ല, ഒരിക്കലും വിടണ്ട.
കേറി വാ മോളെ. അങ്ങോട്ട് വെച്ചോളൂ. മോൾ അങ്ങോട്ട് ഇരുന്നാട്ടെ, ഇവിടെ ചില ചടങ്ങുകളൊക്കെ ഉണ്ട്. മോനെ ഹരി അങ്ങോട്ടിരുന്നോ. ഇരുന്നോളൂ. ഇതാണോ ഹരിയുടെ തറവാട്? അതെ. ഇവിടുന്ന് എപ്പോഴാ നമ്മൾ പോവാ? എങ്ങോട്ട്? താമസിക്കുന്ന വീട്ടിലേക്ക്. എങ്ങോട്ടാ? നമ്മൾ താമസിക്കുന്ന വീട്ടിലേക്ക് എപ്പോഴാ പോവാന്ന്? ഇവിടെ തന്നെ നമ്മൾ താമസിക്കുന്നത്. ഇവിടെയോ? ആ. എന്തുപറ്റി? ഒന്നുമില്ല. മോളെ ശിക്ഷിക്കായിരുന്നു എന്നെ. എന്താ മോളെ? ഈ ഭാർഗവി നിലയത്തിലേക്ക് എന്നെ പറഞ്ഞു വിട്ടത് ശിക്ഷയായിട്ടാണോന്ന്? മോളെ, ഇത് വീടോ അതോ മ്യൂസിയോ? ആന്റിക് സാധനങ്ങളോട് എനിക്ക് താല്പര്യമില്ലെന്ന് അമ്മയ്ക്ക് അറിഞ്ഞൂടെ? കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ചിരിക്കേണ്ട ഒരു അച്ഛൻ, ഒരമ്മ. അവിടെ കുഴപ്പം എന്താ പ്രിയേ? കുഴപ്പങ്ങളേ ഉള്ളൂ. ഒന്നാമത്തെ പ്രശ്നം ഈ വീടാണ്. ബാത്റൂം ഒന്നും ഹൈജീനേ അല്ല. നിങ്ങൾ നേരത്തെ വന്ന് ഈ വീട് കണ്ടതല്ലേ? അപ്പൊ തോന്നിയില്ലേ എനിക്കിത് ശരിയാവില്ലെന്ന്? അത് മാത്രം എന്തുകൊണ്ട് എന്നിൽ നിന്ന് മറച്ചു വെച്ചു? നിനക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. പിന്നെ ഹിസ്റ്റോറിക്കൽ മ്യൂസിയത്തിൽ ഞാൻ താമസിക്കുമെന്ന് വിചാരിച്ചോ? നീ സംസാരിക്കുന്നത് അവിടെ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? അതൊക്കെ ശ്രദ്ധിക്കാനുള്ള കോമൺ സെൻസ് എനിക്കുണ്ട്. ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക്. ഇന്ന് നിന്റെ കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ. സോ വാട്ട്? മോൾ അഡ്ജസ്റ്റ് ചെയ്യണം. വീട്, ഹരിയുടെ അച്ഛൻ, അമ്മ, അതൊക്കെ അവിടെ നിക്കട്ടെ. ഹരി ഉണ്ടല്ലോ അവിടെ. നീ അത് മാത്രം നോക്കിയാ മതി. നോക്കിക്കൊണ്ടിരിക്കാൻ ഹരിപ്രസാദ് എന്താ ഷോപ്പീസാണോ? എനിക്കിവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പ്രയാസമാണ്. രാവിലെ വന്ന് എന്നെ വിളിച്ചോണ്ട് പോയിക്കോണം. എങ്ങോട്ട്? നമ്മുടെ വീട്ടിലേക്ക്. എന്ത് ഭ്രാന്താ നീ പറയുന്നേ? ഈ വീട്ടിൽ നിന്ന് എനിക്ക് ഭ്രാന്ത് വരുമെന്ന് ഉറപ്പാണ്. ഞാൻ കാല് പിടിക്കാം. ദൈവത്തെ ഓർത്ത് നീ അവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. കുറച്ച് ദിവസം ഒന്ന് കഴിഞ്ഞോട്ടെ, നമുക്ക് സൊല്യൂഷൻ ഉണ്ടാക്കാം. എന്ത് സൊല്യൂഷൻ? അച്ഛനോട് ആലോചിച്ച് പരിഹാരം ഉണ്ടാക്കാം. അതുവരെ പ്രിയ അഡ്ജസ്റ്റ് ചെയ്യണം.